ഭാരതത്തിലെ കോടിക്കണക്കിന് ശമ്പളക്കാരായ ജീവനക്കാരുടെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന്റെ നട്ടെല്ലാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് അഥവാ വിരമിക്കൽ കാലത്തേക്കുള്ള സമ്പാദ്യം എന്ന നിലയിൽ ഇതിനെ കണ്ടിരുന്നെങ്കിലും അടിയന്തര സാഹചര്യങ്ങളിൽ ഈ പണം കുറയുന്നത് വരിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നും ഒരു വലിയ കടമ്പയായിരുന്നു. ATM-ഉം UPI-യും ഏപ്രിൽ 1 മുതൽ നിലവിൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ മാറ്റമനുസരിച്ച് PF വരിക്കാർക്ക് തങ്ങളുടെ നിക്ഷേപ തുക ATM വഴിയോ അല്ലെങ്കിൽ UPI ഗേറ്റ്വേകൾ വഴിയോ ലാഭം സാധിക്കും. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായി രാജ്യത്തെ സാമ്പത്തിക ഇടപാടുകളെല്ലാം അതിവേഗത്തിലായ സാഹചര്യത്തിൽ PF മേഖലയിലും മാറ്റം അനിവാര്യമാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നുണ്ട്. ഈ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നതിനായി വരിക്കാർ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് സ്വന്തം ബാങ്കുമായി ഇത് ലിങ്ക് ചെയ്യണം. നിലവിൽ ക്ലെയിം സമർപ്പിച്ച് ബാങ്കിലേക്ക് പണം എത്താൻ 2 ആഴ്ച വരെ എടുക്കുന്ന സാഹചര്യം ഇതോടെ ഇല്ലാതാകും. ഒരു സാധാരണ ബാങ്ക് ട്രാൻസ്ഫർ പോലെ ലളിതമായി PF പണം കൈകാര്യം ചെയ്യുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത. 3ാം തലമുറ സോഫ്റ്റ്വെയർ നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ലക്ഷക്കണക്കിന് അപേക്ഷകർ ഓരോ ദിവസവും പ്രോസസ് ചെയ്യുക എന്നതാണ്. വർഷം തോറും 5 കോടിയോളം ക്ലെയിമുകളാണ് IPFO ഓഫീസുകളിൽ എത്തുന്നത്. 7 കോടിയോളം വരുന്ന അംഗസംഖ്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ ആധുനിക സാങ്കേതിക വിദ്യ പലപ്പോഴും അപര്യാപ്തമാകാറുണ്ട്.